ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതിയുടെ വിധി ഇന്നാണ്. എറണാകുളം, പാലക്കാട് ജില്ലകളിൽ യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികളിൽ സുപ്രീംകോടതി വിധിയനുസരിച്ച് ആരാധനാ സ്വാതന്ത്ര്യം അവകാശപ്പെട്ട് നൽകിയ അപ്പീലുകളിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയുക. തർക്കത്തിന് മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ പരിഹാരം കാണാനാണ് ശ്രമമെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. നിതിൻ സേവ്യർ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് നിതിൻ. പള്ളിത്തർക്കം, അവകാശ തർക്കം അൾത്താരയിലേക്ക് വരെ എത്തുന്നൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥതയിൽ ഇത് ഈ തീർപ്പാക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ചർച്ചകളിലേക്കൊക്കെ പോകുമെന്നുള്ളതും ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും വിധി വരുന്നത്? ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണനയ്ക്കെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു നൂറ്റാണ്ടിലധികമായി നിലനിൽക്കുന്ന പള്ളിത്തർക്കം, സഭാതർക്കം, അതിലൊരു നിർണായകമായ വിധിയായിരിക്കും ഒരുപക്ഷെ ഇന്ന് വരിക. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിധി വന്ന ശേഷം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വരുമെന്നുറപ്പാണ്. കാരണം കാലങ്ങളായി 2017 സുപ്രീം കോടതി വിധി അനുസരിച്ച് പിന്നീട് അങ്ങോട്ട് കാലങ്ങളായി ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും അവർക്ക് അവകാശപ്പെട്ട പള്ളികളിൽ ആരാധന നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ചില പള്ളികൾ, പ്രത്യേകിച്ച് എറണാകുളം, പാലക്കാട് ജില്ലയിലെ ചില പള്ളികൾ യാക്കോബായ സഭയുടെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടിരിക്കുന്ന പള്ളികളിൽ തങ്ങളുടെ വികാരിമാർ കൂടി 1934 സഭാ നിയമം അനുസരിച്ച് നിയമിക്കപ്പെട്ട തങ്ങളുടെ വികാരിമാർക്ക് കൂടി ആരാധന നടത്താൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് സഭ കോടതിയെ സമീപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരാനിരിക്കുന്നത്. നേരത്തെ ഈ എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6 പള്ളികൾ ഏറ്റെടുക്കാനുള്ള ഓർത്തഡോക്സ് സഭയുടെ അപ്പീലിൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും പുതിയ ഹർജിയുമായി കോടതിയിലേക്ക് ഓർത്തഡോക്സ് സഭയടക്കം എത്തുകയും ചെയ്യുന്നത്. പക്ഷേ യാക്കോബായ സഭയുടെ കൈവശം ഇരിക്കുന്ന, അവർ ശുശ്രൂഷ ചെയ്യുന്ന, അവരുടെ വിശ്വാസികൾ വരുന്ന പള്ളികളിൽ ഓർത്തഡോക്സ് വികാരിമാർക്ക് അല്ലെങ്കിൽ ഓർത്തഡോക്സ് വൈദികർക്ക് എങ്ങനെ ശുശ്രൂഷ ചെയ്യാനാകുമെന്നതാണ് യാക്കോബായ സഭ തടസ്സവാദമായി ഉന്നയിക്കുന്നത്. എന്തായാലും കാലങ്ങളായി നിലനിൽക്കുന്ന ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് കൃത്യമായി സർക്കാർ ഇടപെടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഉന്നതതല ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇരുവിഭാഗത്തെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് തന്നെ സർക്കാരിന്റെ ഈ സത്യവാങ്മൂലം കൂടി പരിഗണിക്കും. ഇരുകൂട്ടരുമായുള്ള മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം കൂടി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി ഇന്ന് പ്രഖ്യാപിക്കുക. ശരി, നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.